ിലേക്ക് പോകണം. കൊച്ചിയിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ജീവനക്കാരനായ പി ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് ജീവനക്കാർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നും സഹപ്രവർത്തകർ ആരോപിച്ചു. ഇന്നലെ ഉച്ചയായപ്പോഴാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. അതുപോലെ പല തൊഴിലാളികളും ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ യൂണിറ്റുകളുടെ ഉൾപ്പെടെ ചെന്ന് സമാധാനിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പോന്നിട്ടുള്ളത്. ഇത് 6 മാസം മുമ്പ് വരെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഞങ്ങളെ വിളിച്ചിട്ട് ഇതൊരു ന്യായമായിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫോ പാർക്ക് അതിന് നോട്ട് വിട്ടിട്ടുണ്ടെന്നുള്ളതിലൊക്കെ സംസാരിച്ചാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും സംതൃപ്തരായിരുന്നു. കമ്പനി വിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാക്കേജ് ഞങ്ങൾ രക്ഷിക്കുന്നുള്ളതിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സമ്മതം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ദിവസം തിരുവല്ല യൂണിറ്റിൽ MD വരികയും, ഞങ്ങൾക്ക് 3 യൂണിറ്റ് ഉണ്ട്, തിരുവല്ല യൂണിറ്റ് പിന്നെ ഒരു കണ്ണൂരുണ്ട്. ഈ തിരുവല്ല യൂണിറ്റിൽ MD വരികയും MD വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാക്കേജും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു മാനസിക പീഡനത്തിലായിരിക്കാം ഉണ്ണി മരണപ്പെട്ടത്. 6 മാസം മുമ്പ് മന്ത്രി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു പാക്കേജ് നൽകാമെന്ന് ഞങ്ങളെ തൊഴിലാളി യൂണിയൻ നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ധാരണയായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിരുദ്ധമായിട്ടാണ് MD തിരുവല്ല യൂണിറ്റിൽ ചെന്നുകൊണ്ട് ഈ പാക്കേജ് തരില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ണി അറിയുകയുണ്ടായത്. ഉണ്ണി അടക്കം ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. അതിന്റെ മനോഷത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അറിയും. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ട് ഞങ്ങളെല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിന്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD അറസ്റ്റ് ചെയ്യണമെന്ന്. നമുക്ക് ശമ്പളം കിട്ടലാണ് ഇല്ല, യാദർശികമായിട്ട് എല്ലാവരും ഇതിന്റെ വക്കിലെത്തിക്കാണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MDനെ പോയി കണ്ടിരുന്നു. MDനെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കിലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഇത് കൊടുത്ത സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയന്റെ ഇതിൽ പോയി കണ്ടിരുന്നു MDനെ. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എന്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു തൊഴിലാളി ആത്മഹത്യ ശ്രമം നടത്തുന്നുണ്ടായി ഞങ്ങളുടെ അവിടെ. അതായത് ഞങ്ങളുടെ ഇരിക്കുന്ന സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമറിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായും. അതിന്റെ പേരിൽ യൂണിറ്റുകളുടെ അടക്കം ചെന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ച് കൊണ്ടുപോയത്. അങ്ങനെ പല സംഭവം. ഇനി ഉണ്ണിമാരെ ആവർത്തിക്കപ്പെടരുത്, ഒരു ഉണ്ണി ഇവിടെ ഉണ്ടാവരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായും മന്ത്രി P രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്ക് എതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല എന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും ആ കാരണം പരിശോധിക്കേണ്ടത് തന്നെ, അവരുടെ സാഹചര്യവും. പിന്നെ ഇപ്പോ ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അതല്ല ധാരണയുണ്ട്. 245 കോടി രൂപയാണ് ട്രാക്കോ കേബിളിന്റെ സഞ്ചിത നഷ്ടം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 30 കോടി രൂപ സഹായമായി തന്നെ ട്രാക്കോ കേബിളിന് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസ് കാരണം പിന്നെ അതിന്റെ ഒരു തീരുമാനത്തിലെത്താതെ തുടർ നടപടിയിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മറ്റ് പാക്കേജും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കുടുംബവുമായിട്ട് സംസാരിച്ചാലേ അതിനറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് എന്റെ പശ്ചാത്തലം എന്നുള്ളത്, അവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ എന്താണ്, കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ MD ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ പോവുകയും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, മന്ത്രിയുടെ വിശദീകരണം ഇരിക്കട്ടെ. കാരണം വ്യവസായ മന്ത്രിയാണ്, ഇതിനപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം സഹായങ്ങൾ നൽകിയത് മാത്രമാണ് ഒരു മന്ത്രിക്ക് വളരെ പ്രധാനമായുള്ളത് എന്നുള്ളതാണ്. മറുവശത്ത് ഈ ജീവനക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണം, സഹപ്രവർത്തകർ പറയുന്നത് കേൾക്കണം. ഇനിയൊരു ഉണ്ണി ആവർത്തിക്കരുത് എന്നവർ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാകാം. 15 മാസമായി ശമ്പളമില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ട്രാക്കോ കേബിൾസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഇത്തരമൊരു ആത്മഹത്യ വേണ്ടി വന്നു ഈ വാർത്ത ചർച്ച ചെയ്യാൻ. എന്താണ് പറയുന്നത് ഈ ജീവനക്കാർ? എന്താണ് ഈ ഉണ്ണിയെ ഇങ്ങനെ ഒരു ചെയ്തിക്ക് പ്രേരിപ്പിച്ചത്?
രഞ്ജിത്ത, ഈ ജീവനക്കാരുടെ വാക്കുകൾ തന്നെ അതിൽ വളരെ പരമപ്രധാനം തന്നെയാണ്. കാരണം അവർക്ക് അറിയാവുന്ന ഒരാളാണ്, അവർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സഹപ്രവർത്തകനാണ്. ഇന്ന് അയാൾ ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം അവർക്ക് അറിയാവുന്ന കാരണങ്ങളാണ് അവർ പറയുന്നത്. കാരണം അദ്ദേഹം അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ, അത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ അവർക്ക് കൃത്യമായി അറിയാവുന്നത്. കാരണം നമ്മൾ തൊട്ടടുത്തിരുന്ന ഒരാൾ ഈ അടുത്ത ദിവസം അടുത്ത മണിക്കൂറുകൾ വരെയും ഇരുന്ന് പറയുന്നത് അയാളുടെ വ്യഥകളാണ്. കാരണം അയാൾ പങ്കുവെച്ച കാര്യങ്ങളാണ്. അതത്രയും അയാളുടെ സങ്കടങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞ 15 മാസത്തോളമായി അയാൾക്ക് ശമ്പളം എന്ന് പറയുന്ന തുക കിട്ടിയിട്ട് അതുമൂലമുള്ള വൈഷമ്യങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതഭാരം വളരെ വലുതാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നു. മകളുടെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാം കടന്നു വരികയും ചെയ്യുന്നു. ഇവർക്കെല്ലാം പ്രതീക്ഷയായി ഉണ്ടായിരുന്നത് ഇൻഫോ പാർക്കിന് വേണ്ടി ഈ സ്ഥലം ഏറ്റെടുക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതും സാങ്കേതികമായ ചില നടപടികളിലെല്ലാം തന്നെ കുടുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവൻ്റെ ഒരു ശബ്ദം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉണ്ണിയുടേതെന്ന് സഹപ്രവർത്തകർ പറയുന്നു. അത് തന്നെയാണ് അയാൾ പങ്കുവെച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് അറിയാവുന്നത്, ഏറ്റവും അടുത്ത ദിവസങ്ങൾ അവർ കേട്ടതുമെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് ഈ വാക്കുകൾ തന്നെയാണ്. പലരും പങ്കുവെക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ ഉണ്ണിയെപ്പോലെ തന്നെ പലരും തന്നെയുണ്ട് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ. അപ്പോൾ പരസ്പരം അവർ ഏതാണ്ട് ഒരു കൗൺസിലിംഗ് നൽകുന്ന പോലെ പരസ്പരം അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങ് കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. പക്ഷേ ഉണ്ണിയെ ആ ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കുതറി മാറുന്നു. ആ ദിവസം ഉണ്ണി ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നു. ഇതാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. അവരുടെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഇത് കൃത്യമായും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒന്നുകൊണ്ട് മാത്രമുണ്ടായ കാര്യമാണ് എന്നത് അവർ തറപ്പിച്ച് പറയുന്നു. ഞങ്ങൾക്ക് അറിയാവുന്നത് അത്തരം പ്രയാസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഉണ്ണിയുടെ ഒരു മരണകാരണം എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങൾ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനും മന്ത്രിക്കുമെതിരെയെല്ലാം അവരുടെ രൂക്ഷമായ ഭാഷയിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നത്. കാരണം ശക്തമായ പ്രതിഷേധം തങ്ങൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധം തങ്ങൾക്ക് വർദ്ധിപ്പിച്ച വലിയ രീതിയിലേക്ക് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നവർ പറയുന്നു. അതിൻ്റെ കാരണവുമെല്ലാം ഇത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കണം. അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷം ഒരു സമരപരിപാടികൾക്ക് വിപുലമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു സമരപരിപാടികളിലേക്ക് കൂടുതൽ തൊഴിലാളികളുടെയും സംഘടനകളുടെയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി നൽകുന്ന വിശദീകരണങ്ങളുണ്ട്. അത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായ ഒരു പ്രതികരണങ്ങൾ തന്നെയാണത് ഉള്ളത്. കാരണം അദ്ദേഹത്തിന് അവിടെ നൽകിയ സഹായങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെയാണ് വിശദീകരിക്കുന്നത്. ഒപ്പം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം, ആത്മഹത്യയുടെ ഒരു കാരണം അത് വ്യക്തമല്ല, അത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വീട്ടുകാരിൽ ചോദിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നതും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് സ്ഥലം കൈമാറ്റം അടക്കമുള്ളൊരു കാര്യമുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, അതിൽ ഇപ്പോൾ കോടതിയിൽ ചില നടപടികളുണ്ട്. കോടതി വ്യവഹാരങ്ങളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പ്രധാനമായും തന്നെയും അത് ഈ സ്ഥലം കൈമാറ്റം എന്ന രീതിയിലുള്ള ഒരു ആശയത്തിലാണ് അത് ഉന്നി നിൽക്കുന്നത്. പക്ഷേ ഇത് സ്ഥലം കച്ചവടം എന്ന രീതിയിലേക്ക്, സ്ഥലം വിൽപ്പന നടത്തുന്നു എന്ന രീതിയിലാണ് പലരും പ്രചരിപ്പിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു. അത് ശരിയല്ല. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണകളിൽപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളും ചില യൂണിയനുകളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ തങ്ങളുടേതായ അവകാശങ്ങൾ, കാര്യങ്ങൾ, ഈ നഷ്ടങ്ങളെല്ലാം നികത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാവൂ. അതുമാത്രവുമല്ല, സ്ഥലം കൈമാറ്റം സ്ഥലം വിൽപ്പന നടത്തരുതെന്നും ചെയ്യരുത് എന്നും അവർ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അതൊരു തർക്ക വിഷയം എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വിഷയങ്ങൾക്ക് ചില തടസ്സങ്ങളെല്ലാം തന്നെ നേരിടുന്നുണ്ട്. ആ തടസ്സങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ പോയത്. അത് ആ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ അത് ഒരു കാരണമായി എന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ സ്ഥിതി തൊഴിലാളികളുടേത് 15 മാസമായി അവർക്ക് ശമ്പളമില്ലാതെ ഈ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പറഞ്ഞത് 30 കോടിയോളം രൂപ ഈ സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 245 കോടി രൂപയുടെ നഷ്ടത്തിൽ പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിനുവേണ്ടി ചില പാക്കേജുകൾ തയ്യാറാക്കുന്നു. കാരണം ഇത് 3 ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ലയിലും അതോടൊപ്പം തന്നെ ഇരുമ്പനത്തും കണ്ണൂർ പിണറായിയിലും 3 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂരിലേത് ലാഭകരമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തിരുവല്ലയിലെയും ഇരുമ്പനത്തെയും യൂണിറ്റുകൾ ലയിപ്പിക്കുക എന്നതാണ്. അത് തിരുവല്ലയിലേക്ക് മാറ്റുക, ഒപ്പം ഇവിടുത്തേത് ഇൻഫോ പാർക്കിനായി സ്ഥലം വിട്ടുകൊടുക്കുക എന്നൊരു ആശയത്തിൽ ഊന്നിയുള്ളതായിരുന്നു. അതിൽ ഇരുമ്പനത്തേക്ക് പോകാൻ തിരുവല്ലയിലേക്ക് പോകാൻ കഴിയാത്ത ഇരുമ്പനത്തെ തൊഴിലാളികൾക്ക് അവർക്ക് സ്വയം പിരിഞ്ഞു പോകുന്നതിനടക്കമുള്ള പാക്കേജുകളടക്കം തയ്യാറാക്കി വരികയുമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് അടക്കം തീരുമാനമെടുക്കേണ്ട വിഷയമായതിനാൽ സങ്കീർണമായത് നീണ്ടുപോവുകയാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തായാലും ഈ ഒരു
മരണം ദുഃഖകരം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിൽ വലിയ പ്രതിഷേധമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. കൃത്യമായി ഇടപെടേണ്ടവർ ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങിയെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ നമുക്കിന്ന് മന്ത്രി പറഞ്ഞൊരു കാര്യം ഇതിനകം ചർച്ച ചെയ്യണം ഡാനി. കാരണം മറ്റൊന്നുമല്ല, മന്ത്രി പറയുന്നത് നിങ്ങൾ കുടുംബത്തോട് ചോദിച്ചോ, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ കുടുംബത്തോട് ചോദിച്ചോ, കുടുംബം എന്താണ് മറുപടി പറഞ്ഞത്? ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ ആത്മഹത്യക്ക് കാരണമായത്? ഞങ്ങൾ 250 കോടി രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, ജീവനക്കാരുടെ കേസാണ് ഇതുമായി ബന്ധപ്പെട്ട പാക്കേജിന് തടസ്സമായത്. അങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഈ കുടുംബത്തെ സന്ദർശിക്കാനോ അവരുടെ വിഷമതകൾ കേൾക്കാനോ ഇനിയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകാതിരിക്കാനോ ആശ്വാസകരമായ ഒരു വാക്ക് പോലും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, സർക്കാരിന്റെ ഉടമസ്ഥരുള്ള പൊതുമേഖലാ സ്ഥാപനം ജീവനക്കാരൻ ആത്മഹത്യ ചെയ്യുമ്പോഴും അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം ഡാനി. രഞ്ജിത്ത്, അത് തീർച്ചയായും അതും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ആ രീതിയിലുള്ളൊരു പരാമർശങ്ങളെ, കാരണം ഇനി എന്താ ട്രാക്കോ കേബിളിലെ ജീവനക്കാർക്ക് മുന്നിൽ ഇനി എന്താണ് വഴി എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ഉത്തരം നൽകുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അത് വകുപ്പ് മന്ത്രിക്ക് പോലും അതിനൊരു കൃത്യമായൊരു ദിശാസൂചിക നൽകാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് അവർ ചെയ്യേണ്ടത്? കാരണം ഈ സമരത്തിലേക്ക് പോകുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പലരുടെയും അവസ്ഥ വളരെ മോശമായ പരിതാപകരമായ അവസ്ഥയിലേക്ക് വരുമ്പോഴും ട്രാക്കോ കേബിളിന് വേണ്ടി സർക്കാരിൻ്റെ പക്കൽ ഒരു ഫോർമുലയില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. നേരത്തെ ഉണ്ടാക്കിയത് ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് ചില സാങ്കേതിക നടപടികൾ വന്നു എങ്കിൽ പിന്നെ ആ കേസ് നൽകിയ തൊഴിലാളികളോ തൊഴിലാളി സംഘടനകളോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു വിശദീകരണത്തിനോ അല്ല എങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ സമീപിക്കുന്നത്, അതിന് കൃത്യമായൊരു ഉത്തരം തങ്ങളുടെ പക്കലുണ്ട് എന്ന് വിശദീകരിക്കാൻ പോലും സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ അവർക്ക് കേസ് പിൻവലിച്ചുകൊണ്ട് മറ്റു നടപടികളിലേക്കെല്ലാം പോവുകയും ചെയ്യാം. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഇതുവരെയും അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ടവരുടെ ഒരു മൗനം തന്നെ വളരെ ദുരൂഹമാണ്. അതുതന്നെയാണ് ഇവിടെ തൊഴിലാളികളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുന്നത്. തങ്ങൾക്ക് ഇനി എന്താണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന്. നിരവധിയായ തൊഴിലാളികൾ മറ്റു തൊഴിൽ മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് അവിടെ ഈ ഉണ്ണിയുടെ വീട്ടിലേക്ക് എത്തിയ പലരും തന്നെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ചിലർ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, മറ്റു ചിലർ വഴിയിൽ കരിക്ക് കച്ചവടം നടത്തുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് ജീവനോപാധിയായി മറ്റൊരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു, കുടുംബം നിലനിർത്തേണ്ടിയിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് മറ്റ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ട്രാക്കോ കേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്നത് തന്നെയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തെ ഒരു സമാശ്വസിപ്പിക്കുക, ഇനി അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പകരം കുടുംബത്തിനോട് ചോദിക്കുക അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്നെല്ലാം തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കുടുംബവും വലിയ പ്രതികരണങ്ങളിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം CITUവിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ജീവനക്കാരനാണ്. അപ്പോൾ അത്തരം യൂണിയൻ പ്രവർത്തനങ്ങളുമായി കമ്പനിക്കകത്ത് സജീവമായിരുന്നതായി പറയുന്നുണ്ട്. പക്ഷേ ഇന്നും അവിടേക്ക് ഇന്ന് തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട്, ആ യൂണിയനിൽപ്പെട്ട ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല, അവരത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നോക്കൂ എന്നെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റ് തൊഴിലാളി സംഘടനയിൽപ്പെട്ട ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലും എല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മരണം അതീവ ദുഃഖകരം തന്നെയാണ്. അതിന് ഉത്തരവാദികൾ കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം മറുപടികൾ വൈകിയാൽ ഇനിയും ഉണ്ണിമാർ ഉണ്ടാകും. ആ കമ്പനിയെ സംബന്ധിച്ച കൂടുതൽ പേർ ദുരിതത്തിലേക്ക് ആകുന്ന അവസ്ഥയിലേക്ക് വരും. അത് തന്നെയാണ് ഇന്ന് അവിടെ കൂടിയ മുഴുവൻ തൊഴിലാളികളുടെയും സങ്കടം. അതാണ് കൃത്യമായ ഒരു ഉത്തരമില്ലെങ്കിൽ തങ്ങൾ ഇനി എന്ത് ചെയ്യും, ഉണ്ണിയുടെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത്, അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ട്രാക്കോ കേബിൾ ജീവനക്കാരനായ ഉണ്ണി എന്ന ആളുടെ മരണം അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമതകളാണ് കുടുംബത്തിലും ഒപ്പമുള്ള ജീവനക്കാർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നം. 15 മാസമായി ശമ്പളം കിട്ടാത്ത ഒരു സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി കൊണ്ടിരുന്നത്. ഇനിയും ഈ ഗതി മറ്റാർക്കും വരരുതേ എന്നാണ് സഹജീവനക്കാർ അത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം, ഇടവേളയ്ക്ക് ശേഷം.